Hi, I am Rogis Jose, Managing Director of Alpha Academy and Genius Integrated School. 2023 വിവിധ പരീക്ഷകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള രണ്ട് പരീക്ഷ NDA നടത്തുന്ന നീറ്റ് എക്സാമിനേഷൻ JEE എക്സാമിനേഷൻ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നീറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളായ എയിംസ്, AFMC, ജിപ്മർ ഉൾപ്പെടെയുള്ള ഗവൺമെൻറ് കോളേജുകളിലേക്കുള്ള MBBS, BDS ഉൾപ്പെടെയുള്ള 13 കോഴ്സുകളിലേക്ക്, അലൈഡ് കോഴ്സുകൾ ഉൾപ്പെടെയുള്ള 13 കോഴ്സുകളിലേക്ക് ഒറ്റ എക്സാമിനേഷനാണ് NDA നടത്തുന്ന നീറ്റ് എക്സാമിനേഷൻ. അതേപോലെ എഞ്ചിനീയറിംഗ് സെക്ടറിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് എക്സാമിനേഷൻ IIT-കൾ, IIT-കൾ, NITs, അതേപോലെ IISTs, ഇതേപോലെ ഏറ്റവും ടോപ്പ് എഞ്ചിനീയറിംഗ് സെക്ടറിലെ ക്യാമ്പസുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള NDA നടത്തുന്ന എക്സാമിനേഷനാണ് JEE എക്സാമിനേഷൻ. ഈ JEE എക്സാമിനേഷൻ തന്നെ രണ്ട് എക്സാമിനേഷൻ ഉണ്ട്, JEE മെയിൻ എക്സാമിനേഷനും JEE അഡ്വാൻസ് എക്സാമിനേഷനും. അതിൽ JEE മെയിൻ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്യുന്ന 2.5 ലക്ഷം കുട്ടികൾക്ക് മാത്രമാണ് JEE അഡ്വാൻസ് എഴുതാൻ പറ്റുക. JEE മെയിൻ എക്സാമിനേഷനിലൂടെ NITsകളിലേക്കാണ് അഡ്മിഷൻ ലഭിക്കുന്നതെങ്കിൽ JEE അഡ്വാൻസ് എക്സാമിനേഷനിലൂടെയാണ് നമുക്ക് IITsലും IIT-കളിലും അതുപോലെ ISROയിലും IISTയിലും ഒക്കെ ഒരു അഡ്മിഷൻ ലഭിക്കാനുള്ള എൻട്രി നമുക്ക് ഓപ്പൺ ആവുന്നത്. ഈ രണ്ട് എക്സാമിനേഷൻ്റെയും ഡേറ്റുകൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. നീറ്റ് എക്സാമിനേഷൻ 2023 മെയ് 7-നും JEE ഫസ്റ്റ് എക്സാമിനേഷൻ JEE മെയിൻ എക്സാമിനേഷൻ 2 സെക്ഷനായി നടക്കുന്ന എക്സാമിനേഷൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ ജാനുവരി 24th to 31st അതേപോലെ സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ ഏപ്രിൽ 6th മുതൽ 12th വരെയുമാണ് എക്സാമിനേഷൻ നടക്കുക. ഈ രണ്ട് എക്സാമിനേഷനും JEEയുടെ ഫസ്റ്റ് ഫേസ് എക്സാമും സെക്കൻഡ് ഫേസ് എക്സാമിനേഷനും ഓൺലൈൻ എക്സാമിനേഷനാണ്. ഈ ഓൺലൈൻ എക്സാമിനേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ജനുവരി 12 വരെ NDAയുടെ വെബ്സൈറ്റായ www.nda.ac.in ഈ വെബ്സൈറ്റിലൂടെ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. ഈ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ നമ്മൾ ഓർക്കുക, ജനുവരി 12 മുമ്പാണ് നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓൺലൈൻ എക്സാമിനേഷൻ നടക്കുന്നത് ജനുവരി 24 മുതൽ 31 വരെയുള്ള ഡേറ്റുകളിലാണ് നമുക്ക് എക്സാമിനേഷൻ നടക്കുക. കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും തന്നെ എക്സാമിനേഷൻ സെൻറ്ററുകളുണ്ട്. നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് സെൻറ്ററിലാണ് എക്സാമിനേഷൻ, ഏത് ജില്ലയിലാണ്, ഏത് ഏരിയയിലാണ് എക്സാമിനേഷൻ എഴുതേണ്ടതെന്നുള്ളത് 4 ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനനുസരിച്ചുള്ള പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും നമുക്ക് എക്സാമിനേഷൻ സെൻറ്ററുകൾ അനുവദിക്കുക. ഇങ്ങനെ JEE ഫസ്റ്റ് ഫേസ് എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് എക്സാമിനേഷൻ എഴുതുകയും ഇതേപോലെ സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ ഏപ്രിൽ മാസത്തിൽ നടക്കുമ്പോൾ അതിനും ആപ്ലിക്കേഷൻ സെപ്പറേറ്റ് തന്നെ നാം അപ്ലൈ ചെയ്തുകൊണ്ട് ആ എക്സാമിനേഷൻ എഴുതി ഈ രണ്ട് എക്സാമിനേഷനിൽ ഫേസ് 1ഉം ഫേസ് 2ഉം ഈ രണ്ട് എക്സാമിനേഷനിൽ ഏത് എക്സാമിനേഷനാണോ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുക അതായിരിക്കും റാങ്കിങ് മാർക്കായി NDA കൺസിഡർ ചെയ്യുകയും റാങ്ക് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നത്. ഈ റാങ്ക് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് എല്ലാം, ഓപ്ഷൻ രജിസ്ട്രേഷൻ, അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ്, കോളേജിലേക്കുള്ള അഡ്മിഷൻ പ്രൊസീജിയർ ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ജോസ എന്ന അലോക്കേഷൻ കമ്മിറ്റിയാണ്. ഇതിലൂടെ നമുക്ക് ഓൺലൈനായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് അർഹതപ്പെട്ട ഒരു കോളേജും കോഴ്സും നേടിയെടുക്കേണ്ടത്. ഇപ്പോൾ നാം ചെയ്യേണ്ടത് JEE മെയിൻ എക്സാമിനേഷന് വേണ്ടി ജനുവരി 12 മുമ്പായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക എന്ന പ്രോസസ്സിംഗ് ആണ്. ഇത് ആർക്കൊക്കെയാണ് എലിജിബിലിറ്റി ഉള്ളത്? +2 സയൻസ് സ്ട്രീം പഠിച്ച 2021, 2022 ഈ 2 വർഷങ്ങളിലായി +2 കംപ്ലീറ്റ് ചെയ്തവർക്കും 2023 ബോർഡ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും JEE എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഈ സ്ട്രീമിൽ തന്നെ വിവിധ പരീക്ഷകളുണ്ട്. BTech അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സ്ട്രീം 1, അതിനോടൊപ്പം BArch ആർക്കിടെക്റ്റ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ, പ്ലാനിംഗ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻ, ഈ 3 സെക്ടറിലേക്ക് നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. BTech ഓർ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്കുള്ള ആപ്ലിക്കേഷൻ നമ്മൾ എക്സാമിനേഷന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ജനറൽ കാറ്റഗറി കുട്ടികൾക്കാണെങ്കിൽ 1000 rupees ആണ് ആപ്ലിക്കേഷൻ ഫീസ് വരിക. അത് തന്നെ പെൺകുട്ടികൾക്കാണെങ്കിൽ 800 rupees മാത്രമാണ് വരിക. റിസർവേഷൻ ഉള്ള വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 500 rupees ആണ് ആപ്ലിക്കേഷൻ വരിക. ഇനി ഈ 3 എക്സാമിനേഷൻ, ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ്, ബാച്ചിലർ ഓഫ് ടെക്നോളജി വരുന്ന BTech കോഴ്സുകളിലേക്കുള്ളത്, അല്ലെങ്കിൽ ആർക്കിടെക്റ്റ്, പ്ലാനിംഗ്, ഈ 3 സെക്ടറും വേണമെങ്കിൽ നമുക്ക് പരീക്ഷ എഴുതാം. അങ്ങനെ 2 പരീക്ഷകൾ എഴുതുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 3 പരീക്ഷകൾ എഴുതുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എക്സാമിനേഷൻ ഫീക്കും വ്യത്യാസം, ആപ്ലിക്കേഷൻ ഫീസും വ്യത്യാസമുണ്ട്. ഈ 2 പരീക്ഷയാണ് എഴുതുന്നതെങ്കിൽ 2000 rupees ആണ് നമ്മൾ ആപ്ലിക്കേഷൻ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരിക.
അതേപോലെ ഈ 2000 റുപ്പീസ് ആണെങ്കിൽ അതിനനുസരിച്ച് റിസർവേഷൻ അനുസരിച്ചും പെൺകുട്ടികളുടെ കാറ്റഗറി അനുസരിച്ചും ഫീസിനകത്ത് വ്യത്യാസം വരും. നാം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഏതൊക്കെ സ്ട്രീമുകളാണ് സെലക്ട് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുക. ആ ഫീസായിരിക്കും നാം അടയ്ക്കേണ്ടത്. ഇനി ഇതുപോലെ തന്നെ പ്രാധാന്യമുള്ള നാം കണ്ടു മറ്റൊരു കോഴ്സാണ് നീറ്റ് എക്സാമിനേഷൻ. അതിൻ്റെ ഡേറ്റും അനൗൺസ് ചെയ്ത് കഴിഞ്ഞു. മെയ് 7-നാണ് ഈ വർഷത്തെ നീറ്റ് എക്സാമിനേഷൻ നടക്കുക. അപ്പോൾ എഞ്ചിനീയറിംഗ് സെക്ടറിൽ ഏറ്റവും പ്രാധാന്യമുള്ള ജെഇ മെയിൻ എക്സാമിനേഷൻ, ജെഇ അഡ്വാൻസ് എക്സാമിനേഷൻ, ജെഇ മെയിൻ എക്സാമിനേഷന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. നീറ്റ് എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല, ഡേറ്റ് മാത്രം അനൗൺസ് ചെയ്തു. നമുക്കറിയാം ഈ രണ്ട് പ്രമുഖ എക്സാമിനേഷനുകളും NTA ആണ് കണ്ടക്ട് ചെയ്യുന്നത്, NTA ആണ് ഓർഗനൈസ് ചെയ്യുന്നത്. നമുക്കിതിനു വേണ്ടി പഠിക്കാനുള്ള സബ്ജക്ട്സുകൾ എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, NCERT ടെക്സ്റ്റ് ബുക്ക്. ഈ എഞ്ചിനീയറിംഗ് സെക്ടറിലേക്ക് അതേപോലെ മെഡിക്കൽ സെക്ടറിലേക്ക് വരുന്ന നീറ്റ് എക്സാമിനേഷനും അതുപോലുള്ള വിവിധ കോഴ്സുകൾക്കും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ആവട്ടെ മാത്സ് ആവട്ടെ, ഇതെല്ലാം തന്നെ NCERT ടെക്സ്റ്റ് ബുക്കാണ് നാം ഫോളോ ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്, സിലബസായി മാറുന്നത്. ഈ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ചാപ്റ്ററുകളും കോൺസെപ്റ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. നമുക്കറിയാം നമ്മൾ എഴുതുന്ന ബോർഡ് എക്സാമിനേഷനൊക്കെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണെങ്കിൽ എഞ്ചിനീയറിംഗ് പോലെ അല്ലെ മെഡിക്കൽ സെക്ടറിലെ എൻട്രൻസ് എക്സാമിനേഷനുകൾ എന്ന് പറയുന്നത് ഓബ്ജക്റ്റീവ് എക്സാമിനേഷനാണ്. ഓബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് 4 ചോയ്സിൽ നിന്നും ശരി ഉത്തരം നാം തിരഞ്ഞെടുത്തെഴുതണം. ഈ ശരി ഉത്തരം തിരഞ്ഞെടുത്തെഴുതണമെന്നുണ്ടെങ്കിൽ കൃത്യമായി ആൻസറിലെത്താനുള്ള കോൺസെപ്റ്റുകൾ നമുക്കുണ്ടാവണം. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള പോർഷൻസ് ഈ NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായി കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് പഠിക്കുക. അതിനോടൊപ്പം ഓരോ പാറ്റേണിലുമുള്ള വിവിധ ക്വസ്റ്റ്യൻസ് നാം നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഓബ്ജക്റ്റീവ് എക്സാമിനേഷൻ വളരെ ഈസി ആക്കാൻ സാധിക്കും. ഈ ജെഇ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമുക്ക് BTECിൻ്റെയും BArcൻ്റെയും എക്സാമിനേഷൻ പേപ്പർ 1 എക്സാമിനേഷൻ എന്ന് പറയുന്നത് 90 ക്വസ്റ്റ്യൻസ് തന്നിട്ട് 75 ക്വസ്റ്റ്യൻസ് എക്സാമിനേഷൻ എഴുതേണ്ട എക്സാമിനേഷനാണ് ഈ ജെഇ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഈ ഓരോ എക്സാമിനേഷനും ശരിയായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ 4 മാർക്ക് ആയിരിക്കും നമുക്ക് അവാർഡ് ചെയ്യപ്പെടുക. ഒരു തെറ്റായ ആൻസർ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മൈനസ് മാർക്ക് നമുക്കുണ്ടാവും. നമ്മൾ ടച്ച് ചെയ്യാതെ ആൻസർ ചെയ്യാതെ ലീവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന് മൈനസ് മാർക്കോ അവാർഡ് മാർക്കോ ഒന്നുമില്ല. അപ്പോൾ ഒരു ഉത്തരം ശരിയായിട്ട് എഴുതിയാൽ 4 മാർക്കും തെറ്റെഴുതിയാൽ മൈനസ് മാർക്കും വരുന്ന 75 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ട 90 ക്വസ്റ്റ്യൻസ് തരുന്ന 3 മണിക്കൂറിൻ്റെ എക്സാമിനേഷനാണ് ജെഇ മെയിൻ എക്സാമിനേഷൻ്റെ പേപ്പർ 1 എക്സാമിനേഷൻ എന്ന് പറയുന്ന BTECിൻ്റെയും BArcം കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാനുള്ള എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ നീറ്റ് എക്സാമിനേഷൻ വരുമ്പോൾ ആ എക്സാമിനേഷൻ നമ്മൾ പഠിക്കേണ്ടത് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, NCERT ടെക്സ്റ്റ് ബുക്കാണ്. അവിടെ 180 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് 3 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട്. 200 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് തരിക. ഇവിടെയും NCERT തന്നെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ കോൺസെപ്റ്റിനെ ക്ലിയർ ചെയ്തുകൊണ്ട് തിയറി പോർഷൻസ് നന്നായി മനസ്സിലാക്കിക്കൊണ്ട് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് നന്നായി പ്രാക്ടീസ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വിജയിക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ എക്സാമിനേഷനാണ് ഈ എഞ്ചിനീയറിംഗ് സെക്ടറിലെയും മെഡിക്കൽ സെക്ടറിലെയും ഈ 2 പരീക്ഷകൾ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അതിമിടുക്കരായ വിദ്യാർത്ഥികൾ വിജയിച്ചു പോകുന്നത് കണ്ടിട്ട് നാം അതിനെ ഫോളോ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. വിജയിക്കാൻ ഇതുപോലുള്ളൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിൽ വിജയിക്കാൻ വേണ്ട കഴിവ് എന്നിലുണ്ടോ, ആ കഴിവ് എന്നിലേക്ക് വളർത്തിയെടുക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അതുപോലൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയെ നാം അപ്രോച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ആൽഫ അക്കാഡമി കഴിഞ്ഞ 22 വർഷമായി, അല്ലെങ്കിൽ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ +1 +2 ഇപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ വിജയിക്കത്തക്ക രീതിയിൽ NCERT ടെക്സ്റ്റ് ബുക്കിന് ഡീറ്റെയിൽഡ് കോൺസെപ്റ്റ് കൊടുത്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട മെത്തേഡുകൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ട് മോഡൽ എക്സാമിനേഷൻ നടത്തി അവരുടെ മിസ്റ്റേക്കുകളെ ഫൈൻഡ് ഔട്ട് ചെയ്ത് റെക്ടിഫൈ ചെയ്തുകൊണ്ട് വിജയിക്കാൻ വേണ്ട കോൺഫിഡൻസും അതുപോലെ വിജയിക്കാൻ വേണ്ട സ്കില്ലുകളും വളർത്തി അവരെ വിജയത്തിലേക്ക് നയിക്കുകയാണ്. ഇതേപോലൊരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ, വിജയം കഴിവുകൾ വളർത്തിക്കൊണ്ട് നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണോ, നിങ്ങൾക്ക് ആൽഫയിലേക്ക് വരാം. വിവിധ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാം. വിജയിപ്പിക്കാനും അതേപോലെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന ഓരോ പ്രോസസ്സിങ്ങിലും പുതിയ പുതിയ ന്യൂസുകൾ കൃത്യമായി മനസ്സിലാക്കാനും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഏത് സംശയങ്ങളും കൃത്യമായി കറക്റ്റ് ചെയ്തും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ഓൺലൈൻ പ്രോസസ്സിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അഡ്മിഷൻ പ്രൊസീജിയറിൽ പങ്കെടുത്ത് വിജയികളായി മാറാൻ നിങ്ങളെ ആൽഫ അക്കാഡമിയിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഓരോരുത്തർക്കും നല്ല വിജയം നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ്.